സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു കർഷകൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും തോന്നും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വികസിപ്പിച്ച് നന്നായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ ആ തോന്നലിന് അധികം ആയുസൊന്നും ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ തോന്നലായിട്ട് മാത്രം മനസ്സിലങ്ങ് ഒതുങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് കർഷകനാകാൻ പറ്റാതെ പോയത്. മറ്റുള്ളവരുടെ കൃഷി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു വർക്ക് ചെയ്തതിൻ്റെയാണ്. ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു MCB വെച്ചതിൻ്റെയാണ് കേട്ടോ. ഫാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിൽറ്ററാണ് കേട്ടോ. ഈ കാണുന്ന കൂടാരത്തിനുള്ളിലോട്ട് കാറ്റിനെ കടത്തിവിടുന്ന ഒരു ഫിൽറ്ററാണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. ഇപ്പോഴത്തെ സീസൺ അറിയാമല്ലോ, നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ ഈ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഫിൽറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് വെള്ളമാണ്. ഈ വെള്ളത്തിനെ തണുപ്പിച്ചാണ് ഇവിടെ ഈ ഫിൽറ്ററിനകത്തൂടെ വെള്ളത്തിനെ ഒഴുക്കിവിട്ട് ഇതിനെ ഫാന് വഴി മറ്റൊരു വശത്തു കൂടി കാറ്റ് പുറത്തോട്ട് തള്ളിക്കിടക്കുന്ന സമയത്ത് തണുത്ത ഈ അന്തരീക്ഷം മുഴുവനായിട്ടങ്ങ് തണുപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും 2 ഫാനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുകളിലത്തെ ഒരു ഫാനിന് സെപ്പറേറ്റ് എപ്പോഴും 24 മണിക്കൂർ ഓണാക്കി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഫാന് ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ അനുസരിച്ച് ഓണാവാൻ വേണ്ടിയിട്ടും ഒരെണ്ണം 24 മണിക്കൂറും ഓണാക്കിയിടുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സമയത്ത് 24 മണിക്കൂറും ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നില്ല നമ്മുടെ എല്ലാം ഉള്ളിലൊരു കർഷകൻ കിടപ്പുണ്ടെന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൃഷി ചെയ്യാനൊക്കെ തോന്നി കേട്ടോ. പക്ഷേ കൃഷിയാണോ കറണ്ട് പണിയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞ് കറണ്ട് പണിയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അതുകൊണ്ട് ഞാൻ കൃഷിയിലോട്ട് പോയില്ല, കറണ്ട് പണിയോട്ട് ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നമ്മുടെ വർക്ക് സക്സസ് ആയിരുന്നു. നമ്മളങ്ങനെ ഫാന് മാനുവലായിട്ട് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചു. സംഭവം നിസ്സാരമായ പരിപാടിയായിരുന്നു.